ഭയങ്കര ഫുഡെല്ലാം കഴിച്ച് ഉന്നക്കായും തിന്ന് ഇനി നേരെ ടൗണിലേക്ക് പോകണം. ഇന്നാണെങ്കിൽ ഫുഡ് കഴിക്കാനും ലേറ്റായി. നല്ല ബെസ്റ്റിന്ന് നിന്ന് കയറുന്ന കഴിക്കുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ലാസ്റ്റ് നമുക്ക് പുലരിയിൽ നിന്ന് ഓർഡർ അടിച്ചത്. പുലരിയിൽ നിന്ന് ഓർഡർ അടിച്ച് നേരെ സ്ഥലം നോക്കിയാൽ തോട്ടടാന്ന് കണ്ട്. പിന്നെ ഒരു സമാധാനമായി. ബീച്ച് സൈഡ് ആയതുകൊണ്ട് എന്തായാലും ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച പോലെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ വന്നത്. ഞാൻ ഫുഡെല്ലാം കഴിച്ച് എല്ലാം വെച്ച് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ 1-2 റിസോർട്ടും കൂടി ഉണ്ട്. പക്ഷേ വന്ന വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഞാൻ ഈ ഫുഡ് കഴിക്കാനായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നമുക്ക് നേരെ സോണിലേക്ക് പോവാം. 10 ഓർഡറായി. പിന്നെ ഒരു 15 കൂടി എടുക്കുന്നുണ്ട്. ഇന്നു മുതൽ മിനിമം ഗ്യാരണ്ടി ഉണ്ട്. 35,000 ഉറുപ്പിക പോയി കേട്ടോ. അതിൻ്റെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. റോഡ് മോശമാണ് ഗൈസ്. അപ്പോൾ ഇവിടെ മൊത്തം റിസോർട്ടാണ്. കുറേ റിസോർട്ടുണ്ട്. ഞാൻ ഫുഡ് കഴിക്കാനായിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നത്. വെറുതെ കഴിക്കുന്ന വിചാരിച്ച് നിൽക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അവിടെ ഒരു സ്ഥലമുണ്ടല്ലോ. നേരെ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ പ്ലാനിലാണ് അങ്ങോട്ട് പോയി കഴിച്ചത്. ഇവിടെ ഞാൻ ഇന്നലെ ഡെലിവറിക്ക് വന്നു. പക്ഷെ അന്നേരം ഞാൻ ഇങ്ങോട്ടേക്ക് പോയിട്ടില്ല. ആ വഴി വന്നത്. ഞാൻ വന്നത് ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നേരെ ആദ്യകാടലായി ഭാഗത്തുണ്ടായിരുന്നു. നമുക്ക് ഡെലിവറി ഉണ്ടായത് ആ ഫ്രണ്ടിൽ കാണുന്ന റിസോർട്ട്. ഈ വണ്ടിക്ക് സൗണ്ട് എന്നാന്ന് വെച്ചാൽ വണ്ടി വീണ സ്ഥലത്ത് ഏതായാലും ലൂസായിട്ട് അതാണ് ഇതിൽ ഭയങ്കര സൗണ്ട് അടിക്കുന്നത്. അപ്പോൾ ഈ മിററൊന്ന് ടൈറ്റ് ആക്കണം, അല്ലെങ്കിൽ പിന്നെ ഈ സൗണ്ടിൽ തന്നെ ആവും. അപ്പോൾ പുതിയ വണ്ടിയല്ലേ, ഇങ്ങനെ പോയിട്ട് ശരിയാക്കണം. എനിക്ക് അടുത്ത ഓർഡറൊന്നും അടിച്ചില്ല. ഇവിടുന്ന് വലത്തോട്ട് കയറാം. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലെ കാണാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതിൽ ഇൻസ്റ്റയിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താലും നമുക്ക് ഡെയിലി വീഡിയോസ് ഇടാൻ ഒരു ആവേശമുണ്ടാവും ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.